എല്ലാവർക്കും ചായ രുചി കലവറയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡിഷ് ഗോതമ്പിൻ്റെ നൂഡിൽസ് കൊണ്ടുള്ള ഉപ്പുമാവ്. ഇതിൻ്റെ തയ്യാറാക്കുന്ന വിധം: ഗോതമ്പ് കൊണ്ടുള്ള നൂഡിൽസ് ഒരു പാക്കറ്റ്, കുറച്ച് കരിവേപ്പില, 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 കപ്പ് നിറയെ വെള്ളം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവോള ഞാൻ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടത് വലുതാക്കി അരിയുന്നുള്ളവർക്ക് വലുതാക്കി അരിയാൻ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ അരിയാം, അതായത് ഇഷ്ടപ്രകാരം. ഇനി നമുക്ക് ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞാൽ ചെറുതാക്കി അരിയാം, അല്ലെങ്കിൽ നീളനെ പൊളിച്ചിടാം. പച്ചമുളക് കടിക്കാൻ ചിലവൊക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അത് കാരണം നീളനെ പൊളിച്ചിട്ട് നമുക്ക് എടുത്ത് കളയാലോ. അപ്പോൾ 4 പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കണം നമുക്ക്. ഇനി അതൊന്ന് വാടി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾ ചെയ്യാൻ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരുവിധം വാടുമ്പോൾ, ഏതാണ്ട് ഒരുവിധം വാടിയിട്ടുണ്ട്, ഒന്നും കൂടി വേണമെങ്കിൽ വാടിക്കോട്ടെ. അത് കഴിയുമ്പോൾ മൊരിയരുത്, മൊരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കപ്പ് നിറയെ വെള്ളം ഒഴിക്കണം. എന്താ കാരണം വെച്ചാൽ ഗോതമ്പ് നല്ല വേവുള്ളതാണ്. ഒരു 10-12 മിനിറ്റെങ്കിലും ഗോതമ്പിൻ്റെ ആ നൂഡിൽസ് വേവിക്കണം. ഈ വേവാണ്ട് തിന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് 1 കപ്പ് നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇത് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് പച്ച വേണമെങ്കിൽ ഇടാം, മുന്തിരി ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം, നല്ല ടേസ്റ്റാണ്. എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ സവോള മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഉഴുന്നും പരിപ്പും. ഇത് തിളച്ചിട്ട് വേണം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായി വെള്ളം തിളച്ചു. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഒരു 10-12 മിനിറ്റ് വെച്ച് നന്നായി ഈ വെള്ളത്തിൽ ഈ നൂഡിൽസ് വെന്ത് വരണം. വീറ്റിൻ്റെ കാരണേ കുറച്ച് സമയം പിടിക്കും വേവാനായിട്ട്. നമ്മുടെ ഗോതമ്പ് നൂഡിൽസ് കൊണ്ടുള്ള
ഉപ്പുമാവ് ഏതാണ്ട് ശരിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം കൂടിയേ ഉള്ളൂ. അതിപ്പോൾ വറ്റിക്കഴിഞ്ഞു. വറ്റും. ഇത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഷുഗറിലൊരുക്ക് രാവിലെയും കഴിക്കാം, വൈകുന്നേരം വേണമെങ്കിൽ കഴിക്കാം. ഷുഗർ ഉണ്ടാവില്ല, കുറയും. അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം 2 നേരം ഗോതമ്പിൻ്റെ നൂഡിൽസ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കരുത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കരുതേ.